നല്ല മഴയല്ലോ. വീഡിയോ എടുക്കണ്ട. തോറ്റു വരെ കേൾക്കാൻ ഇവിടെ ആരുമില്ല. 18 കൊല്ലം കാത്തിരുന്നിട്ട് RCB അപ്പടിച്ചത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെഫീഖ്. ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ 30+ ഷെഫീഖ്. വെൻ സംതിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇനഫ് യു ഡു ഇറ്റ് ഈവൻ ഇഫ് ദ ഓഡ്സ് ആർ നോട്ട് ഇൻ യുവർ ഫേവർ. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കും. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള എലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയണ മാത്രമേ ബാക്കിയുള്ളവർ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ തോറ്റു വരെ കേൾക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് തോറ്റു പോകാതിരിക്കുക എന്നുള്ളത്. അതിനൊറ്റ വഴിയുള്ളൂ, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളൊരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിലോൻ പറയുന്നുണ്ട് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അവൻ്റെ ശരിയായില്ല എന്നാലും അവന് കുഴപ്പമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലല്ല ലൈഫിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുക? ഇവിടെ നമ്മൾ തോറ്റും സമ്മതിക്കണവരെ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു പൈസ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഈ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഈ പാവപ്പെട്ടവരുണ്ടെങ്കിലല്ലേ പൈസക്കാരുള്ളൂ. ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസ്. പക്ഷെ ഞാൻ പറഞ്ഞുതരും, കാരണം എൻ്റെ പൈസയിലല്ല, ഈ ജീവിതത്തിലല്ലേ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് പലർക്കും പലയിടത്തിലായിരിക്കും. ഉദാഹരണത്തിന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച അത് പച്ചവെള്ളം കണ്ടാലും പേടിക്കണം എന്ന് വെച്ചാൽ ലൈഫിൽ പിന്നീട് ഒരിക്കലും റിസ്ക് എടുക്കുന്നതാണോ അതിനർത്ഥം? നമ്മൾ റിസ്ക് എടുക്കാൻ വൈകും തോറും സക്സസ്സിലേക്കുള്ള ദൂരം കൂടും, അല്ലെങ്കിൽ തലവരാന്നാവണം. ഇനി എൻ്റെയൊക്കെ മുടി കൊഴിഞ്ഞിട്ട് റൂട്ട് മാറിപ്പോയതാവും. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു കാര്യം നമ്മൾ നേടാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ആ കാര്യത്തിന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ ആ കാര്യം നമ്മൾ നേടിയെടുക്കുന്നു. പക്ഷേ എൻ്റെ കാര്യം ഏതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഇവർക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കും, അതിലെല്ലാം ഇവരൊരു എബവ് ഏവറേജും ആയിരിക്കും. പക്ഷെ ഒന്നിപ്പോലും ഇവർ പ്രോ ആയിരിക്കും. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ആൾക്കാരായിട്ട് ഇടപഴകാനൊക്കെ ഒരു പ്രത്യേക കഴിവായിരിക്കും. പക്ഷേ സ്വന്തം കാര്യത്തിൽ ഇവർ ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാണ്ട് ഭയങ്കര കൺഫ്യൂസ് ആയി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കോടൊന്ന് പറഞ്ഞു തരണേ. നല്ല മഴയല്ലോ. വീഡിയോ എടുക്കണ്ട. അളിയാ എന്തായി ചാനലൊക്കെ തുടങ്ങിയിട്ട്? പൈസ കിട്ടിയാ? പെണ്ണ് കിട്ടുമോ? അളിയാ 18 കൊല്ലം കാത്തിരുന്നിട്ടാണ് RCB അപ്പടിച്ചത്. ഇതുവരെ ട്രോഫി ആടാത്ത ആയിരിക്കും വരെ കപ്പടിച്ചു. 40-ാം വയസ്സിൽ ക്രിസ്ത്യാനോ വിൻ ചെയ്തില്ലേ, അപ്പം നമുക്കും കിട്ടും. കാത്തിരുന്ന് കിട്ടണേ പ്രത്യേക സുഖമാണ്. അവർ കാത്തിരിക്കുക മാത്രല്ല നല്ല പണിയെടുക്കുന്നുണ്ട്. ഈ CR7 ഇല്ലേ, അയാൾ പറയാം അയാളാണ് ഈ വേൾഡിലെ ബെസ്റ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ആളെ വർക്കൗട്ട്, ആളെ ഈ ഫുഡ്, ആളെ ലൈഫ് സ്റ്റൈല്, അത് ആൾ പറയണത് ആളെ അഹങ്കാരം കൊണ്ടല്ല, ആളെ കോൺഫിഡൻസ് ആണ്. എല്ലാതും ഇങ്ങനെ വലിച്ചു വാരി തിന്നിട്ട് എല്ലും തോലായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ചിലച്ചുകൊണ്ട് കാര്യം കിട്ടാം. എല്ലും തോലും അല്ലേ? പെണ്ണുണ്ടാ, മസിലുണ്ടാ, എന്നാ ജിമ്മിന് പോവാ. പോണം. ഇന്ന് മുതൽ എന്നാലേ നമ്മൾ വെറു കളിയന്മാരല്ല, മസിൽ കളിയന്മാരാണ്. ഇന്ന് ഞായറാഴ്ച അല്ലേ? കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച സെറ്റ് ചെയ്യാം.